നമസ്കാരം. സ്നേഹജ്യോതിസ് ഫാമിലി അമ്മ പ്രാർത്ഥനാ ധ്യാനം. നമുക്കിന്ന് ഭഗവാൻ നൽകുന്ന മെസ്സേജ്, കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. ഭഗവാൻ നമ്മുടെ പൂർവജന്മ കർമ്മ ദുരിതങ്ങളെ തീർക്കാനും അതോടൊപ്പം നമ്മുടെ ആത്മീയമായ ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് നയിക്കാനും ആണ് ഈ ഒരു മെസ്സേജ് നമുക്ക് നൽകുന്നത്. അത് നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു മെസ്സേജ്, സന്ദേശം എന്താണോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് പടിപടിയായി നമുക്ക് ആത്മീയ പാതയിൽ കൂടെയും അല്ലെങ്കിൽ ഐശ്വര്യത്തിലേക്കും നടന്ന് ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ചേരാം. അപ്പോൾ ഇന്ന് ഭഗവാൻ തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ക്ലീം കൃഷ്ണായ. ഭഗവാൻ ഇതിൽ നിന്നൊരു കാർഡ് ഭഗവാന്റെ സന്ദേശത്തെ സൂചിപ്പിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഇപ്പോഴും സെൻറ്ററിൽ നിന്നാണ് ഒരു കാർഡ് എടുക്കുന്നത്. അബണ്ടൻസ് ആണ് നമുക്ക് ഭഗവാൻ നൽകുന്ന അനുഗ്രഹം. യു വിൽ റിസീവ് അബണ്ടൻസ്. ഭഗവാൻ നമ്മളോട് പറയാണ്, നിങ്ങൾക്കൊരു സമൃദ്ധി, അതായത് സന്തോഷത്തിൻ്റെ ഒരു വഴി തുറക്കുന്നുണ്ട്. യു വിൽ റിസീവ് അബണ്ടൻസ്. എന്നിട്ട് നമുക്ക് സമൃദ്ധിയും സന്തോഷവും വരാൻ പോകുന്നു. പുതിയൊരു വഴി തുറക്കുന്നു. അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊള്ളുക. കാരണം ഭഗവാനാണ് നമുക്ക് ഈ മെസ്സേജ് നൽകുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. അപ്പം അത് സ്വീകരിക്കാം, അതിന് നന്ദി പറയാം. ഓൾറെഡി ലഭിച്ചതായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് തന്നെ, കാരണം ഭഗവാനാണ് പറയുന്നത്. ആ ഒരു സമൃദ്ധി, അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സൗഭാഗ്യം നമ്മളിലേക്ക് വന്ന് ചേരാൻ പോവുകയാണ്. അതിന് ഭഗവാനോട് നന്ദി പറയുക, സ്നേഹത്തോടെ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാവുക. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നമ്മൾ സ്വീകരിക്കുന്നു. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, കൃഷ്ണായ ഗോവിന്ദായ, ഗോപീശ്വരവല്ലഭായ.